ഞാൻ ഇപ്പോഴത്തെ ഇൻസ്റ്റാഗ്രാമിൽ ഒരു 13,000 സ്റ്റുഡൻസ് ഉള്ള ഒരു വീഡിയോ കണ്ടു. ദാറ്റ് വാസ് ദ വീഡിയോ ദാറ്റ് ഗോട്ട് മൈ അറ്റൻഷൻ. അതായത് KGF സ്റ്റൈൽ ഒരു മാസ് വീഡിയോ. അപ്പൊ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയാ, ഫ്രം എ ബ്രാൻഡ് ഫൗണ്ടേഴ്സ് പെർസ്പെക്റ്റീവ്, നോട്ട് ഫ്രം ദ ഇത്, ആ ഒരു ക്യാമ്പയിൻ എങ്ങനെയാണ്? വേറെ ആർക്കും ചെയ്യാൻ പറ്റാത്തൊരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ എന്നുള്ളൊരു വിശ്വാസത്തിലാണ്. കാര്യം കോഴിക്കോട് ഇത്രയധികം കുട്ടികളെ കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോം നമ്മൾ മാത്രമാണ്, സൈലം മാത്രമേ ഉള്ളൂ. അപ്പൊ നമുക്കുള്ള കാര്യം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുക എന്നുള്ളത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നെ നമ്മുടെ സ്റ്റുഡൻസ് നമ്മളതിനെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അവർക്ക് അതിൽ ആ ഒരു ഇവന്റ് എന്ന് പറയുന്നത് ആക്ച്വലി ഞങ്ങളുടെ ഏറ്റവും സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള കുട്ടികളുടെ ലൈഫിൽ ഞങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും, അവരുടെ സ്ട്രെസ് റിലീസ് ചെയ്യാനും അവരെ മോട്ടിവേറ്റ് ചെയ്യാനും ഇവന്റ്സ് നടത്തും. അതിലൊരു ഇവന്റ് ആണ് സൈലം അവാർഡ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ കഴിഞ്ഞ ഒരു 1 ഇയറിൽ നമ്മളിൽ നിന്ന് അച്ചീവ് ചെയ്തിട്ടുള്ള 2400+ MBBS ആൻഡ് എഞ്ചിനീയേഴ്സ് അന്ന് അവിടെ വന്നിട്ടുണ്ട്. അലുമിനി ഗാദറിംഗ്. അപ്പം അവർക്ക് അവാർഡ്, അവരുടെ ടോപ്പേഴ്സിന് അവാർഡ് കൊടുക്കുന്നത് സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ടൊവിനോയാണ്. അപ്പം സ്വാഭാവികമായും സൈലം അടുത്ത തവണ ഇതിനേക്കാൾ വലിയ ഇവന്റ് പ്ലാൻ ചെയ്യുക, കുട്ടികൾക്ക് അറിയാം. അപ്പൊ ആ ഇവന്റിൽ ഞാൻ അവാർഡ് വാങ്ങണമെന്ന് അവിടെ ഇരിക്കുന്ന ഓരോ കുട്ടികൾക്കും എന്തുണ്ടാകും, മോട്ടിവേറ്റഡ് ആകും. ഈ വർഷം അല്ലെങ്കിൽ അടുത്ത വർഷമൊക്കെ ആയിരിക്കും അതിൽ പലരും എക്സാം എഴുതാം. കാര്യം +1 കുട്ടികളൊക്കെ ഉണ്ട് സ്കൂളിൽ. അപ്പൊ അവർ അടുത്ത വർഷമായിരിക്കും എക്സാം എഴുതാം. അപ്പൊ ആ എക്സാം എഴുതി കഴിഞ്ഞ സൈലത്തിൽ ഈ ഒരു ഇവന്റ് അവരുടെ ഒരു ഡ്രീം ആയിരിക്കും. ആ ഒരു ഡ്രീം ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ബേസിക് അതിന്റെ ഒരു സ്റ്റുഡന്റ് സൈഡിലുള്ള ഇന്റൻഷൻ എന്ന് പറയുന്നത്. ബാക്കി ഇറ്റ്സ് പാർട്ട് ഓഫ് ബ്രാൻഡിങ്, എവറിഥിങ് വിൽ ബി ദെയർ. അപ്പൊ പക്ഷെ അതൊരു വലിയ ഇവന്റ് ആയി മാറി, ഒരു ഡിസ്കഷൻ ആയി മാറി. വേറെ ഇതുവരെ കേരളത്തിൽ നടക്കാത്തൊരു സംഭവമായിട്ട് ആളുകൾ എന്ത് ചെയ്തു, ഒരുപാട്